ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ഫോർമാറ്റിംഗ് ഓപ്ഷനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വർക്ക്ഷീറ്റിലെ ഓരോ സെല്ലിലും നമ്മൾ കൊടുക്കുന്ന ഓരോ എൻട്രി അതിൻ്റെ ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്, ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. എന്തൊക്കെ വേരിയേഷൻസ് ആ സെല്ലിൽ എഴുതുന്ന ടെക്സ്റ്റിലായിക്കോട്ടെ നമ്പറിലായിക്കോട്ടെ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്താം, അതിനുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ്, ഏതൊക്കെ ടാബിലാണ് ആ ഗ്രൂപ്പ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദ്യമേ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്പർ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പം നോർമലി നമ്മളൊരു എക്സലിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ നമ്പർ ഡേറ്റ് കൊടുക്കാം, ടൈം കൊടുക്കാം, കറൻസി ആയിട്ടുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ നമ്പേഴ്സ് കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഇപ്പം 82.7435 എന്നാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് അവിടെ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഓപ്ഷനുകളുണ്ട്, അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സെല്ലിനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനുകളാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഫോർമാറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ആദ്യമേ നമ്മൾ നമ്പർ എൻ്റർ ചെയ്തു, ആ നമ്പറിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്പർ എൻ്റർ ചെയ്തു, ആ സെൽ സെലക്ട് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ ഫോർമാറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഫോർമാറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണ്. ബോക്സിൻ്റെ പേര് ഫോർമാറ്റ് സെൽസ് എന്നാണ്. അപ്പോൾ അവിടെ കുറേ ടാബുകൾ നമുക്കുണ്ട്. അതിനകത്ത് നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പം ഇവിടെ കുറേ കാറ്റഗറീസ് ഉണ്ട്. നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആ സെല്ലിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഏത് നമ്പറാണോ ആ നമ്പറിനെ അതിൻ്റെ ഫോർമാറ്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷനുകളാണ്. ഇപ്പോൾ കറൻസി കൊടുക്കാം, അതുപോലെ ഡെസിമൽ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാം. സോ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. സോ ഇത്രയാണ് ഒരു നമ്പർ ഫോർമാറ്റിലേക്ക് നമ്മൾ ഒരു സെല്ലിൻ്റെ കണ്ടന്റിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ നമ്പർ ഇപ്പം 0.8 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് 80 എന്ന് വരണം അല്ലേ. 80% ആണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 0.8 നമ്മൾ കൊടുത്താൽ മതി. സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്തെന്ന് കരുതുക. എന്നിട്ട് ഹോം ടാബ് എടുക്കുക. ഹോം ടാബ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്പർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഹോം ടാബ് എടുക്കുക, നമ്പർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കുക. അതിൻ്റെ അകത്ത് ഈ പെർസെൻറ്റേജ് സിമ്പിൾ ഉണ്ടാവും. ഈ പെർസെൻറ്റേജ് സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ആ സെല്ലിൽ എൻ്റർ ചെയ്ത ഏത് ഡേറ്റ് ആണോ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ, അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്പർ ഫോർമാറ്റ് മാത്രം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് നമ്പറിൻ്റെ ഫോർമാറ്റാണ്. ഇപ്പോൾ കറൻസി, അതുപോലെ തന്നെ ഡേറ്റ് ഫോർമാറ്റിൽ, ടൈം ഫോർമാറ്റിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഈ പഠിക്കുന്നത് എങ്ങനെ ഫോണ്ടിനെ ഫോർമാറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആ സെല്ലിലേക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഹോം ടാബിലെ ഒരു ഗ്രൂപ്പാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അതിലുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പല ഫോർമാറ്റിൽ കാലിബറി ഉണ്ട്, ടൈംസ് ന്യൂ റോമൻ ഉണ്ട്, അൽഗേറിയൻ, ഫുട്ട് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റൈലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഡ്രോപ്പ് ഡൗൺ. ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷനുകൾ കിട്ടും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതെന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന സൈസ് എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് സൈസ് വേരി ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെച്ചിട്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ലെവലിൽ നിൽക്കുന്നത് 50, 60, 70 ഒക്കെ കൊടുക്കാം. ഇപ്പം കറൻ്റ്ലി ഒരു 12 നമ്മുടെ ഫോണ്ട് നിൽക്കുന്നതെങ്കിൽ 13 ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഫോണ്ടിൻ്റെ സൈസ് ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത് രണ്ട്.
പിന്നെ അതുപോലെ തന്നെ ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ കൊടുക്കാനും ഒക്കെയുള്ള ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ വേർഡിൽ പഠിച്ചതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിന് ബോർഡർ കൊടുക്കാൻ പറ്റും. ആ സെല്ലിന് നമ്മൾ സാധാരണ ബോർഡർ ഇല്ലാതെയാണ് കൊടുക്കുക. അതിന് സ്പെസിഫൈ ചെയ്ത് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷനുകൾ ഉണ്ട്. ഇപ്പം ടോപ്പിൽ മാത്രം ബോർഡർ കൊടുക്കാം, ലെഫ്റ്റ് സൈഡിൽ മാത്രം, റൈറ്റിൽ മാത്രം, അല്ലെ ഫുൾ കവർ ചെയ്ത് ബോർഡർ കൊടുക്കണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ ആ സെല്ലിന് കളർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ സെല്ലിൻ്റെ അകത്ത് എഴുതുന്ന ടെക്സ്റ്റിന് നമുക്ക് സെപ്പറേറ്റ് കളർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഫോണ്ട് ഗ്രൂപ്പ്. ഓക്കെ, ഇനി എങ്ങനെ അലൈൻ ചെയ്യാം? ടെക്സ്റ്റിനെ പല രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് അലൈൻമെന്റ് ഗ്രൂപ്പ്. അലൈൻ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളാണ് ഇവിടെയുള്ളത്. ഹോം ടാബിലെ അലൈൻമെന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ ഓപ്ഷനുകൾ ഉള്ളത്. ഈ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ ഏറ്റവും ടോപ്പിലേക്ക്, സെല്ലിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് മിഡിലായിരിക്കും, ഇത് ബോട്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും മിഡിലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ അലൈൻ ടെക്സ്റ്റ് ഓപ്ഷനുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു സെല്ല് ടൈപ്പ് ചെയ്യണമെന്ന് കരുതുക. ഇതിങ്ങനെ നീണ്ടേ കിട്ടത്തുള്ളൂ, നീണ്ടാണ് കിട്ടുക. ഇപ്പോൾ ഇൻസെർട്ട് ഇമേജസ് ആൻഡ് പിക്ചേഴ്സ്, ഡിലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ 2 ലൈനായിട്ടല്ല നിൽക്കുക, നീണ്ടിങ്ങനെ ഒറ്റ സെല്ലിലായിട്ടായിരിക്കും കിടക്കുന്നത്. ഒറ്റ സെല്ലിൽ ഇങ്ങനെ നീണ്ടായിരിക്കും കിടക്കുക. അപ്പോൾ അതിനെ ഒരു സെല്ലിൽ തന്നെ പല ലൈൻസിൽ, മൾട്ടിപ്പിൾ ലൈൻസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. Wrapping text is a way of getting text to show up in a multiple lines within a cell. ഒരു സെല്ലിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ്. അത് ഹോം ടാബിലെ അലൈൻമെന്റ് ഗ്രൂപ്പിൽ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ടെക്സ്റ്റ്. ഇപ്പം നമ്മളിവിടെ കുറേ എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. ആ എൻട്രീസിൽ നിന്നും ഇങ്ങനെ, അതായത് 2014 ഇങ്ങനെ ചെരിഞ്ഞു വരണം, റൊട്ടേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഹോം ടാബിലെ അലൈൻമെന്റ് ഗ്രൂപ്പിൽ ഈ റൊട്ടേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുക. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൗണ്ടർ ക്ലോക്ക് വൈസിൽ, ആംഗിൾ ക്ലോക്ക് വൈസിൽ, വെർട്ടിക്കലായിട്ട് ടെക്സ്റ്റ് താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഒക്കെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് ഈസ് ഇൻഡന്റ് ടെക്സ്റ്റ്. ഇൻഡന്റ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന, ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് റൺ, വേജസ്, ഓഫീസ് എക്സ്പെൻസസ്, ഇങ്ങനെ 1 by 1 ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇൻഡന്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റാണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതെല്ലാം സെപ്പറേറ്റ് ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. അതിനാണ് ഇൻഡന്റ് യൂസ് ചെയ്യുന്നത്. ഇൻഡന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഏതൊക്കെ തമ്മിലാണോ മെർജ് ചെയ്യേണ്ടത് അത് ഒരുമിച്ചാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സലിൽ ചെറുതായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ട് ചെയ്തായിരുന്നു അല്ലേ, ഫോണ്ട് ഓപ്ഷൻ. ഫോണ്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഫോണ്ട് സെലക്ട് ചെയ്തു, അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഫോണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റൈൽസ്, ഇതാണ് സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. ഓക്കെ, അങ്ങനെ സൈസ് കൂട്ടാൻ പറ്റും, സൈസ് കൂട്ടാനായിട്ട് സാധിക്കും. അതിനകത്ത് കളർ കൊടുക്കാൻ പറ്റും, അങ്ങനെ വേണമെങ്കിൽ കളർ കൊടുക്കാം. അതുപോലെ തന്നെ സെല്ലിന് ബോർഡർ കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു സെല്ലും ബോർഡർ ഇല്ല അല്ലേ, ചുമ്മാതെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ബോർഡർ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഇത്. ഇപ്പം നമ്മൾ ഇതിന് ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് ബോർഡർ, ഓൾ ബോർഡേഴ്സ് അങ്ങനെ കൊടുക്കാം. തിക്നെസ് ഉള്ള ബോർഡർ കൊടുക്കാം. ടോപ്പിൽ മാത്രം അല്ലെങ്കിൽ ബോട്ടത്തിൽ മാത്രം, ലെഫ്റ്റ് സൈഡ്, അങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ മാത്രം ബോർഡർ വന്നിട്ടുണ്ട്. അങ്ങനെ ബോർഡർ കൊടുക്കാം. ഇറ്റാലിക്സ്, ബോൾഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് തന്നെ ഞാൻ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാണ്, സെൻട്രൽ അലൈൻ ചെയ്തു. ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും ടോപ്പിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സെല്ലിൻ്റെ ഓരോ രീതിയിലും നമുക്ക് അലൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് റാപ്പ് ടെക്സ്റ്റ് അല്ലേ. ഇപ്പം ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നീണ്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഇത് ഇത്രയും നീളമുണ്ട്.
അപ്പോൾ ഇത് തന്നെ മൾട്ടിപ്പിൾ ലൈൻസിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് റാപ്പ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സെല്ലിലായിട്ട് തന്നെ നമുക്കത് കാണാം. അതുപോലെ തന്നെ നമുക്ക് റാപ്പ് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ റാപ്പ് ടെക്സ്റ്റ് നമ്മൾ ചെയ്തു, ഹോം അപ്ലയൻസസിൻ്റെ റാപ്പ് ടെക്സ്റ്റ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച വാല്യൂസാണ്. ഇപ്പോൾ ഈ വാല്യൂസ് നമുക്ക് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ സെലക്ട് ചെയ്തു, ദെൻ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആംഗിൾ ക്ലോക്ക് വൈസിൽ, വെർട്ടിക്കൽ ടെക്സ്റ്റായിട്ട്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടുമൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഡൻറ്റ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹോം അപ്ലയൻസിൻ്റെ കീഴിൽ വരുന്നതാണ് ഫ്രിഡ്ജും ടി വിയും അല്ലേ. അപ്പോൾ അതിൻ്റെ സബ്ബാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്യാണ്. ഇൻഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് വരും. അതുപോലെ ടെക്സ്റ്റൈലിൻ്റെ കീഴിലുള്ളതാണ് ഷർട്ടും സാരിയും. അപ്പോൾ അതിനെ നമുക്ക് ഇൻഡൻറ്റ് കൊടുക്കാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഡൻറ്റ് എന്ന് പറയുന്നത് സബ് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇതിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഡൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് മെർജ് ചെയ്യാനായിട്ട് പറ്റും, 2 വാല്യൂസ് തമ്മിൽ മെർജ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് മെർജ് ആൻഡ് സെൻറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്തും പല ഓപ്ഷനുകളുണ്ട്. ഇങ്ങനെ സെല്ലുകൾ തമ്മിൽ നമുക്ക് മെർജ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ എങ്ങനെ ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഫോണ്ടുകൾ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, സെൽസ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ എന്നുള്ള ഓപ്ഷനുകളെ കുറിച്ചാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.